അതിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ സമയം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുൻപിൽ എത്തുവാൻ ദൈവം തന്ന വലിയ നന്മയ്ക്കായി, അനുഗ്രഹത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ പകൽക്കാലം ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കുന്ന വചനം 34 സങ്കീർത്തനം അതിൻ്റെ 4 മുതൽ 8 വരെയുള്ള വാക്യമാണ്. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരം അരുളി. ഹല്ലേലൂയ. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ഹല്ലേലൂയ. ദൈവത്തോട് അപേക്ഷിച്ചാൽ ദൈവം ഉത്തരം നൽകും. ഭക്തൻ പറയുകയാണ്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, ദൈവം എനിക്ക് ഉത്തരമരുളി. എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. ആരും വിടുവിക്കാതിരിക്കുമ്പോൾ, ആരും സഹായിക്കാതിരിക്കുമ്പോൾ എന്നെ സഹായിക്കുന്ന ഒരു ദൈവമുണ്ട്. വചനത്തിലൂടെ നമ്മളെ ഓർപ്പിക്കുകയാണ്. ഈ പകൽക്കാലം, ഈ സമയം ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുന്ന ഓരോ ദൈവങ്ങളോട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. ദൈവത്തോട് അപേക്ഷിച്ചാൽ, ദൈവത്തോട് പറഞ്ഞാൽ വിടുവിക്കുന്ന, ഹല്ലേലൂയ, സകല ഭയങ്ങളിൽ നിന്നും, ആപത്തിൽ നിന്നും, അനർത്ഥങ്ങളിൽ നിന്നും, ദുഃഖങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് നസ്രായനായ യേശു ക്രിസ്തു. ഹല്ലേലൂയ. 5-ാം വാക്യം ഇപ്രകാരം എഴുതിയിരിക്കുകയാണ്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ദൈവത്തിങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ഇരുട്ടുള്ള അവസ്ഥകൾ വന്നിരിക്കാം, പ്രയാസത്തിൻ്റെ അവസ്ഥകൾ വന്നിരിക്കാം. അപ്പോൾ ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ലജ്ജിച്ച് പോകുകയില്ല. ദൈവത്തിങ്കിലേക്ക് നോക്കിയാൽ ഇരുട്ട് മാറും. ഹല്ലേലൂയ. ഈ സമയം ഹല്ലേലൂയ, ഇരുട്ടിൻ്റെ അവസ്ഥകൾ, ഭാരത്തിൻ്റെ അവസ്ഥകൾ, മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥകളായിരിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയുകയാണ്, ദൈവത്തെങ്കിലേക്ക് നോക്കിയാട്ടെ, ഇരുട്ടുകൾ മാറിപ്പോകും. നിങ്ങളുടെ മുഖം ലജ്ജിച്ചു പോകുകയില്ല. മനുഷ്യരുടെ മുൻപിലും, സാഹചര്യങ്ങളുടെ മുമ്പിലും, മറ്റുള്ള എല്ലാ കാര്യത്തിനും മുമ്പിൽ നിന്നാൽ ചിലപ്പോൾ ലജ്ജിച്ചു പോകുവാൻ ഇടയാകും. എന്നാൽ ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ ലജ്ജിച്ചു പോകുവാൻ ഇടയാകത്തില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഹല്ലേലൂയ. എളിയവൻ നിലവിളിച്ചു. ഹല്ലേലൂയ. എളിയവരായ നമ്മൾ നിലവിളിക്കുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളിൽ നിന്നും, നമ്മുടെ ഭാരങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഹല്ലേലൂയ. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി വിടുവിക്കുന്നു. ഹല്ലേലൂയ. ആരും സഹായമില്ലാത്തടത്ത് ദൂതൻ ഇറങ്ങി നമ്മളെ വിടുവിക്കുന്ന ഒരു ദൈവീയ വചനമാണ് നമ്മൾ വായിച്ചത്. പത്രോസിനെ ഹല്ലേലൂയ സ്തോത്രം 1-ാം കാവലും 2-ാം കാവലും കടന്ന് ഹല്ലേലൂയ സ്തോത്രം തടവറയിലായിരുന്നപ്പോൾ അവിടെ ദൂതൻ ഇറങ്ങി അറയിൽ ഒരു പ്രകാശം നൽകി അവൻ്റെ വിലാപ്പുറത്ത് തട്ടി, വേഗം എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് അവനെ തട്ടി ഉണർത്തി. ഹല്ലേലൂയ. ആ കവാടത്തെ പൊളിച്ചുകൊണ്ട്, ജയിലറയെ പൊളിച്ചുകൊണ്ട് അവനെ പുറത്താക്കിയ ഒരു ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ ദൂതനുള്ള ആ വചനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ. ഹല്ലേലൂയ. അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണം. രുചിച്ചറിയുമ്പോഴാണ് ഹല്ലേലൂയ ദൈവം ഹല്ലേലൂയ നമ്മളെ സഹായിക്കുന്നത്, ദൈവം നമ്മളെ വിടുവിക്കുന്നത്. ഹല്ലേലൂയ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ഈ സമയം പറയട്ടെ, ഹല്ലേലൂയ, സകല കഷ്ടങ്ങളിൽ നിന്നും, ഭാരങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.